നമ്മുടെ 10th ടച്ച് എന്നുള്ള പാഠം നമ്മൾ പഠിച്ചു അല്ലേ. നമുക്ക് ഒരു ആക്ടിവിറ്റി നമ്മൾ എക്സാമിന് വേണ്ടി എന്തായാലും പഠിക്കാണ്ട് ഇറ്റ്സ് എ കോൺവെർസേഷൻ അല്ലേ. നമുക്കറിയാം നമ്മുടെ സാഷയും നവീനും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവർ ടീച്ചറോട് പറഞ്ഞു. നിങ്ങനെ നമ്മുടെ കൂട്ടുകാരിയുണ്ട് കവിതയെ നമുക്ക് എന്തായാലും മിസ് ഈ സ്കൂളിലേക്ക് കൊണ്ടുവരണം, മിസ് ഹെഡ് മാസ്റ്ററോട് സംസാരിക്കണം. അപ്പൊ നമ്മുടെ ടീച്ചർ പറഞ്ഞു ഹെഡ് മാസ്റ്റർ ഇവിടെ ഇല്ല, അദ്ദേഹം പുറത്താണ്. ഓക്കെ, ഐ വിൽ ടെക്സ്റ്റ് ഹിം, ഐ വിൽ എന്താണ് കോൾ ഹിം അല്ലേ. അപ്പൊ ഞാൻ എന്തായാലും അദ്ദേഹത്തോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭാഷണം നമ്മുടെ നമ്മുടെ സാഷയും നമ്മുടെ ടീച്ചറും തമ്മിലുള്ള സംഭാഷണം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ, ഇവിടെ നോക്കുക. സാഷ് എന്താ പറയുന്നത്, ഗുഡ് മോർണിംഗ് ടീച്ചർ അല്ലേ. അപ്പൊ നമ്മൾ എപ്പോഴും പറയലുണ്ട് ഒരു സംഭാഷണം എഴുതുമ്പോൾ നമ്മൾ ആദ്യം എന്ത് വേണം, ഒരു വിഷിലാണ് നമ്മൾ തുടങ്ങുക, ഗ്രീറ്റിംഗ് ഇല്ലാതെ നമ്മൾ തുടങ്ങാം. ഗുഡ് മോർണിംഗ് സാഷ, വൈ ഡിഡ് യു കം. മോളെ നീ എന്താണ് വന്നേ അല്ലേ. എന്താ സാഷ എന്താ വന്നേ. ടീച്ചർ ഐ വാണ്ട് ടു ടെൽ അബൌട്ട് എ ഗേൾ. എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയെ കുറിച്ച് പറയാനുണ്ട് ടീച്ചർ. വിച്ച് ഗേൾ, ആരാണ്, ഏത് കൂട്ടുകാരിയെ കുറിച്ചാണ് നിനക്ക് പറയാനുള്ളത്. Yesterday a girl came to our class, but she did not enter to the class. I offered her my unniyappam, delicious unniyappam I gave to her, but she refused it. അവൾക്കത് വേണ്ടാന്ന് പറഞ്ഞില്ലേ. And ran away. Evening I found her near her home. She wants to study. അപ്പൊ ഞാനും നവീന് വൈകുന്നേരം പോകുമ്പോൾ എന്തുണ്ട്, അവൾ അങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട്. അവൾക്ക് എന്ത് വേണം, സ്കൂളിൽ വരണം, പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. Will you help her? മിസ് നിങ്ങളൊന്ന് സഹായിക്കോ അവളെ, പ്ലീസ് നിങ്ങളൊന്ന് സഹായിക്കോ. Sure Sasha, our headmaster is out of station. I will contact him. Sasha, dear, hey dear, നീ ഒട്ടും വിഷമിക്കേണ്ട, നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇല്ലാന്നേ ഉള്ളൂ. അദ്ദേഹത്തോട് ഞാൻ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കും. അദ്ദേഹം വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കവിതയെ സ്കൂളിലേക്ക് കൊണ്ടുവരാം. താങ്ക് യു ടീച്ചർ, വെൽക്കം ഡിയർ. അപ്പൊ ഇവിടെ നോക്ക്, നമ്മുടെ സംഭാഷണം തുടങ്ങുമ്പോഴും ഒരു ഗ്രീറ്റിംഗോട് കൂടി നമ്മൾ തുടങ്ങി, അവസാനിപ്പിക്കുമ്പോഴും എന്താണ്, ഒരു റിഗാർഡ്സോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.